39 വർഷങ്ങൾക്ക് ശേഷം കേരള നിയമസഭയ്ക്ക് വീണ്ടും ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കറെ ലഭിച്ചിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകളുടെ പിന്തുണയോടെയാണ് 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നിയമസഭയിലെ നിർണായക വോട്ടെടുപ്പിനൊടുവിൽ UDF സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 99 അംഗങ്ങളുടെ പിന്തുണയാണ് ഷാനിമോൾക്ക് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥിയും CPI നേതാവുമായ മുഹമ്മദ് മുഹ്സിൻ 34 വോട്ടുകൾ നേടി. BJP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 4 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയില്ല. UDF MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, സന്ദീപ് വാര്യർ, LDF MLA ആയ CK ഹരീന്ദ്രൻ എന്നിവർ സഭയിൽ ഹാജരായിരുന്നില്ല. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വോട്ട് രേഖപ്പെടുത്തിയില്ല. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. 39 വർഷത്തിനു ശേഷമാണ് ഒരു വനിത ഈ പദവിയിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. ദീർഘകാല രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധ നേടിയ ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രമുഖ വനിതാ മുഖങ്ങളിലൊന്നാണ്. നിയമസഭാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് കരുത്താകുമെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചു. സഭാ നടപടികൾ നിയന്ത്രിക്കുന്നതിലും സ്പീക്കറുടെ അഭാവത്തിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നതിലും ഇനി ഷാനിമോൾ ഉസ്മാൻ നിർണായക പങ്ക് വഹിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.